ഇവനാണ് കർത്താവിന്റെ കോൾ റെക്കോർഡ് ചെയ്ത അപ്പോസ്തോലൻ. എന്നെ കുഴിയിലാക്കാനായിട്ട് കച്ചകെട്ട് ഇറങ്ങിയിരിക്കാനുള്ള തെണ്ടി, എനിക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞ തോളെ കൈയിട്ട് ഇറക്കാനുള്ള പരട്ടപ്പന്നി. എന്റെ ദൈവമേ, ഞങ്ങൾ എന്തൊക്കെ കാണണം? നീ ഇതൊന്നും കാണുന്നില്ലല്ലോ. കൊട്ടാരക്കരയിലൂടെ ഒലിപ്പിച്ച് കീറിയ നിക്കറുമിട്ട് നടന്ന ഒരു കാവർക്കിച്ചക്കൻ. പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല, സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. ഇന്ന് അവനെ സ്വയം വിശേഷിപ്പിക്കുന്നത് അപ്പോസ്തോലൻ അഥവാ പ്രവാചകൻ എന്നാണ്. ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. പക്ഷെ ഇവനെ നാട്ടുകാർ വിളിക്കുന്നത് അപ്പോസ്തോലിയൻ എന്നാണ്. ചർച്ചിന് കാശ് കൊടുക്കരുത്, ടൈത്ത് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നുകൊണ്ട് അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ ഐ ക്യാൻസൽ യുവർ പ്രോസ്പെരിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഐ ബ്ലോക്ക് ഇറ്റ്. ആ കഴുത്ത കോണം കിട്ടാൻ എന്നെ ഇംഗ്ലീഷ് പറഞ്ഞേ? അതറിയാമായിരുന്നേ നിങ്ങളെ കൊണ്ട് ഈ വടം ഉണ്ടാക്കാൻ നടക്കുകയില്ലായിരുന്നല്ലോ. എന്റെ ആശാൻ ഭയങ്കര തമാശക്കാരനാണല്ലോ. എന്നാ തമാശ അല്ലാത്തൊരു കാര്യം ഞാൻ അങ്ങാട് പറയട്ടെ. എന്റെ വാലിയ മെല്ലം കുത്തിക്കേരുട്ടാ. ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ, മൈ വേർഡ് ഈസ് പവർഫുൾ. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ. റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. കാര്യമായി ഒന്നും നേടിയില്ല എന്ന അർബുദ രോഗിയാണ്. കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്, എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാട് എവിടെ? കായംകുളത്താ. പണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.